Hello, welcome to my channel. കുറേ നാൾക്ക് ശേഷം ഇന്ന് നമ്മൾ ഒരു ഹോം റെമഡിയാണ്, അതായത് ഒരു സ്കിൻ കെയർ വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് സ്കിന്നിൽ ഒരു ഗ്ലോ കൊണ്ടുവരാനും സ്കിന്നിലെ ചുളിവുകൾ കുറയ്ക്കാനും വെയിലൊക്കെ കൊണ്ടിട്ടുള്ള കരിവാളിപ്പൊക്കെ മാറ്റാനും വേണ്ടിയിട്ട്, അതായത് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ടാൻ ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ഹോം റെമഡിയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നമ്മളൊരു ഫംഗ്ഷനൊക്കെ പോകുന്നതിൻ്റെ തലേ ദിവസം ഇത് ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. ഇൻസ്റ്റന്റ് ആയിട്ട് സ്കിന്നിൽ ഒരു ഗ്ലോ ഉണ്ടാവും. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിന്ന് ഒന്നോ രണ്ടോ ഷെയ്ഡ് കൂടെ സ്കിൻ ഒന്ന് ബ്രൈറ്റ് ആവാൻ കൂടെ ചെയ്യും. നല്ല റിസൾട്ട് തരുന്ന ഒരു ഫേസ് പാക്ക് ആൻഡ് ഫേസ് സ്ക്രബ് ആണ്. അപ്പോൾ ഒരുപാട് വൈകുന്നില്ല, നമുക്ക് വീഡിയോ കണ്ടാലോ. ഫേസ് സ്ക്രബ് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് കോഫി പൗഡറാണ്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ കോഫി പൗഡർ എടുക്കുക. അതിലേക്ക് ഞാൻ സ്ക്രബ് ചെയ്യാനായിട്ട് ഇത് മിക്സ് ചെയ്യാനായിട്ട് തേനാണ്, ഡാബറിൻ്റെ തേനാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച് സ്ക്രബ് മാറ്റാവുന്നതാണ്. അരിപ്പൊടിയോ അങ്ങനെ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫേസ് ഒന്ന് നനച്ച് കൊടുക്കുക. നനച്ച ശേഷം ഇത് ടീസോണിൽ അപ്ലൈ ചെയ്താണ് സ്ക്രബ് ചെയ്യേണ്ടത്. പിന്നെ നിങ്ങളുടെ ഫേസ് കംപ്ലീറ്റ് ആയിട്ട് നല്ല ടാൻ ഉണ്ടെങ്കിൽ അങ്ങനെ ഫേസ് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യാം. ഞാൻ ഫേസ് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. കുറേ നാളായി ഞാൻ ഇത്ര കാര്യമായിട്ട് സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട്. സ്കിൻ കെയർ ആകെ മോയ്സ്ചറൈസർ, സെറം അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഫേസ് പാക്ക് ഒക്കെ ഇട്ടിട്ട് കുറേ നാളായതുകൊണ്ട് ഫേസിൽ നല്ല രീതിയിൽ ടാൻ ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഫേസ് കംപ്ലീറ്റ് അപ്ലൈ ചെയ്തിട്ട് ഫേസ് സ്ക്രബ് ചെയ്യുകയാണ്. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പപ്പായ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇരട്ടി മധുരത്തിൻ്റെ പൊടിയാണ് കേട്ടോ. അപ്പോൾ ലിക്വറൈസ് പൗഡർ നിങ്ങളുടെ കയ്യിൽ ഇതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുൾട്ടാണി മിട്ടി എടുക്കാം, കടലമാവ് എടുക്കാം, അരിപ്പൊടി എടുക്കാം. നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് ഏതാണോ സ്യൂട്ട് ആകുന്നത് അതനുസരിച്ച് ഇൻഗ്രീഡിയൻസിൽ മാറ്റം വരുത്താവുന്നതാണ്. അപ്പോൾ ഫേസ് കംപ്ലീറ്റ് ഫേസിലും നെക്കിലും അപ്ലൈ ചെയ്യാം. റിച്ച് ഓഫ് വൈറ്റമിൻ സി ആൻഡ് കോജിക് ആസിഡ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് പപ്പായ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റ് ആവാനും ചുളിവുകളൊക്കെ മായ്ക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു ഫ്രൂട്ടാണ്. അപ്പോൾ നല്ലൊരു ഫേസ് പാക്കാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒരു 15 മിനിറ്റ് ഫേസിൽ വെച്ച ശേഷം നോർമൽ വാട്ടറിൽ ഫേസ് വാഷ് ചെയ്യുക. എനിക്ക് കുറച്ച് ബേബി ഹെയർസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഫേസ് വാഷ് ചെയ്ത സമയത്ത് അത് നനഞ്ഞായിരുന്നു. അപ്പോൾ അത് തോർത്തിയതാണ് കേട്ടോ. കണ്ടില്ലേ, ബേബി ഹെയർസ് ഒരുപാട് വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ ഞാനിപ്പോൾ ഹെയർ കെയർ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ വീഡിയോ ഉടനെ ഉണ്ടാവേ. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ഫേസിൽ ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു ഗ്ലോയും ബ്രൈറ്റ്നസ് ഒക്കെ കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഫേസ് പാക്ക് ആണ്. സ്കിന്നിലെ ചുളിവുകൾ മാറ്റും എന്ന് പറഞ്ഞത് ഒറ്റ ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ അല്ല. നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 2-3 മാസത്തോളം യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ റിസൾട്ട് കിട്ടും. ആഴ്ചയിൽ 2 തവണ മാത്രം ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത ശേഷം നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസർ കൂടെ ഫേസിൽ അപ്ലൈ ചെയ്യുക. ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ സെൻഡ് ചെയ്യാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും.